തക്കാളിക്കറി ഉണ്ടാക്കാം. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്. കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കൊക്കെ വീട്ടിൽ എളുപ്പത്തിൽ ചെയ്തു തുടങ്ങാൻ പറ്റിയ, കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കൊക്കെ വീട്ടിൽ ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അധികം ഇൻഗ്രീഡിയൻസും ഇല്ല, അധികം ടൈമും വേണ്ട നമുക്ക് ഈ റെസിപ്പിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഈ തക്കാളിക്കറി ചോറിൻ്റെ കൂടെയും കഴിക്കാം, അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കഴിക്കാം. എല്ലാത്തിൻ്റെയും കൂടെ ഒരുപോലെ കോമ്പിനേഷൻ ആയിട്ട് പോകുന്ന കറിയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഈ ഒരു തക്കാളിക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ തക്കാളിക്കറി റെഡിയാക്കുന്നതെന്ന് നോക്കാം. തക്കാളി കറി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ തക്കാളി 1/2 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ തക്കാളിയൊക്കെ ഞാൻ ഈ ഒരു രീതിയിൽ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഇത്രയും തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ തക്കാളി വരുന്നത് മാത്രം 4ആയിട്ട് കട്ട് ചെയ്തു, ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ പച്ചമുളക് ചേർക്കുന്നില്ല, മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയിൽ ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല, കല്ലിൽ തന്നെ ചതച്ചെടുക്കുക, ഇല്ലെങ്കിൽ നീളത്തിൽ മുറിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും ഞാൻ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് ചതയണ്ട കേട്ടോ, നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമുക്ക് കറി റെഡിയാക്കി തുടങ്ങാം. ഇപ്പോൾ നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഈ കറി ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യാം, സൺഫ്ലവർ ഓയിലിൽ ചെയ്യാം, അങ്ങനെ ഇന്ന ഓയിൽ തന്നെ വേണം എന്നൊന്നുമില്ല. ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം കേട്ടോ. കുറച്ച് കടുകൊക്കെ കൂടുതലുണ്ടെങ്കിലാണ് നമ്മുടെ തക്കാളി കറികൾ ഉണ്ടാക്കുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവുക. തക്കാളിയുടെ ഏത് റെസിപ്പി ഉണ്ടാക്കുമ്പോഴും കാണാൻ കുറച്ച് ഭംഗി വരുന്നത് കടുക് കൂടുതൽ ചേർക്കുമ്പോഴാണ്. നമ്മുടെ കടുക് പൊട്ടിക്കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി. അപ്പോൾ കടുക് കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കറി കാണാൻ ഭംഗി മാത്രമല്ല ഉണ്ടാവുക, ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ എപ്പോഴും ഞാൻ കടുക് കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കറി കാണാൻ ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ കടുകിന് എന്താ വിലയില്ലേ, കാണാൻ ഭംഗിക്ക് വേണ്ടിയാണോ കടുക് ചേർക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് കമൻസ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഉള്ളി ഒന്ന് കുക്കായി വരട്ടെ, ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കുക്കായി വരട്ടെ. ഇതുപോലെ ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോവാത്ത രീതിയിൽ ചതച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കറിയിലേക്ക് സവോള ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉള്ളി ചേർക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹാഫ് സവോള ഒന്ന് ഇതുപോലെ ചതച്ചിട്ട് തന്നെ ചേർക്കാം. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഉള്ളി തന്നെ ചേർക്കാൻ നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഉള്ളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ട് ഉപ്പ് ചേർക്കുന്നുള്ളൂ. വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ മൊരിയുമ്പോഴുള്ള നല്ലൊരു മണം ഉണ്ടല്ലോ, വീട് മുഴുവൻ ആ ഒരു നല്ലൊരു മണമായിരിക്കും. ഇങ്ങനെ കൂടുതൽ വെളുത്തുള്ളി ചേർക്കാം കേട്ടോ ഈ ഒരു റെസിപ്പിയിലൊക്കെ. പിന്നെ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ 1-2 പച്ചമുളകും കൂടി നമുക്ക് ചതച്ച് ചേർക്കാം, ഇല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ നീളത്തിൽ മുറിച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ. പക്ഷേ ടേസ്റ്റ് കൂടുതൽ ചില കറികൾക്ക് നമ്മൾ ചതച്ച് ചേർക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈ ചതച്ച് ചേർക്കുക എന്നുള്ളത് പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഈ കറിയൊക്കെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. അങ്ങനെ എല്ലാത്തിനെയും കൂടെ ഒരുപോലെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള കറികളാണ് കേട്ടോ. ചില റെസിപ്പികൾ നമുക്ക് ഇപ്പോൾ ചപ്പാത്തിക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചോറിന് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ അങ്ങനെയല്ല. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലെയിം കുറച്ചിട്ട് പൊടികൾ ചേർക്കാം. ഉള്ളിയൊക്കെ വല്ലാണ്ട് അങ്ങോട്ട് മൊരിഞ്ഞു പോകണ്ട. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മുടെ എരിവനുസരിച്ച്, അതായത് ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര എരിവ് വേണം എന്നുള്ളതനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താം. കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ കളർ മാത്രമേ കൂടുതൽ ഉണ്ടാവുള്ളൂ, ഒരുപാട് അങ്ങോട്ട് എരിവുണ്ടാവില്ല.
അപ്പോൾ ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. ഈ പൊടികളുടെ റോ ടേസ്റ്റും റോ സ്മെല്ലും മാറി വരണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് കുക്കായി, ഉള്ളിയൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. പിന്നെ ഈ കറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഡ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം, ഇല്ല ഇതുപോലെ ഗ്രേവി ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഗ്രേവി ആക്കി എടുക്കാം. 2 രീതിയിലും എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഗ്രേവി ഉള്ള രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ നല്ലത് കുറച്ച് ഗ്രേവി ഉള്ള രീതിയിലുള്ള കറിയാണ് കേട്ടോ. ചോറിനാണെങ്കിൽ നമുക്ക് ഡ്രൈ ആക്കി എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മസാലകളും നമ്മുടെ തക്കാളിയും എല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു പിഞ്ച് പഞ്ചസാര. എന്താണെന്ന് വെച്ചാൽ തക്കാളി ആയതുകൊണ്ട് പുളി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്താലേ കറക്റ്റ് ആ പുളി ഒന്ന് ബാലൻസ് ആവുള്ളൂ. ഇതെല്ലാം ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തക്കാളിയിൽ നിന്ന് കൂടുതൽ വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയുടെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി മാറും, വല്ലാണ്ട് വെള്ളമായി പോവും. അപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുകയാണ് മാക്സിമം നല്ലത്. ഇപ്പോൾ തക്കാളി ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടോ കാണാനൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, തക്കാളി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്തോന്നേ ഉള്ളൂ. പക്ഷേ ഇത് ഉടയും കുറച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ നമ്മൾ ചേർക്കുമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാവും. ഇതൊന്ന് കുക്കായി വരട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 3 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളി നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയി. ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കുക്കായാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ തക്കാളി വല്ലാതെ ഉടഞ്ഞു പോവാതെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലും കൂടുതൽ കുക്കാവണമെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റും കൂടി കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പുളി കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറവാണ്, നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യാം. എരിവും പുളിയൊക്കെ കറക്റ്റാണ്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യാനുണ്ട്. അത് നമ്മൾ കറി ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിനി അധികം അങ്ങോട്ട് ഓവർ കുക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഇത്രയും മതി, എനിക്ക് പാകത്തിനായിട്ടുണ്ട് കറക്റ്റായിട്ട്. തക്കാളി കുക്കായിട്ടുണ്ട്, ഒട്ടും തന്നെ കുക്കാവാതില്ല, പക്ഷെ വല്ലാതെ അങ്ങോട്ട് ഉടഞ്ഞു പോയിട്ടില്ല. ഇതിലേക്ക് ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അപ്പോൾ ഇതും ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഗരം മസാലപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പെരിഞ്ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള തക്കാളിക്കറി റെഡിയായി. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ അപ്പത്തിൻ്റെയോ ഒക്കെ കൂടെ ചേർത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ സബ്സ്ക്രൈബ് എന്ന ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓൾ പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മിക്കവർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ റെസിപ്പീസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇതാ നമ്മുടെ എളുപ്പത്തിലുള്ള തക്കാളിക്കറി ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാത്തൊരു ലൈക്കും കൂടി തരിക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.